കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥിത്വമാണ് സുരേഷ് ഗോപിയുടേത്. അപ്രതീക്ഷിതമായാണ് സുരേഷ് ഗോപി MP ആയി കേന്ദ്രത്തിലേക്ക് പോകുന്നത്, നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട സുഹൃത്താകുന്നത്, പ്രത്യേകിച്ചും അമിത്ഷാ അടക്കമുള്ള നേതാക്കന്മാരുടെ ഇഷ്ടത്തോടനാകുന്നു. ഏറ്റവും ഒടുവിലത്തെ നീക്കമെന്ന് പറയുന്നത് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. അതായത് തുടക്കം മുതൽ തൃശ്ശൂർ സീറ്റ് BJP ഉന്നമിടുന്നതാണ്. തിരുവനന്തപുരത്തിനും പത്തനംതിട്ടയ്ക്കും പിന്നാലെ തൃശ്ശൂരിൽ വലിയ സാധ്യതകൾ BJP കണക്ക് കൂട്ടിയിരുന്നു. അവിടെയാണ് ആദ്യം തുഷാർ വെള്ളാപ്പള്ളി നയം വ്യക്തമാക്കി ഇറങ്ങിയത്. പിന്നീട് രാഹുൽ വന്നപ്പോൾ തുഷാർ വയനാടേക്ക് പോയപ്പോൾ അവിടെ പിന്നീട് സുരേഷ് ഗോപി കളത്തിലിറങ്ങുകയായിരുന്നു. പ്രത്യേകിച്ചും ഒരു താരമായതുകൊണ്ട് തന്നെ വലിയ ആമുഖങ്ങൾ സുരേഷ് ഗോപിക്ക് ആവശ്യമില്ല. രാജ്യസഭ MP എന്ന നിലയിലും സുരേഷ് ഗോപി കേരളത്തിൽ സുപരിചിതനായി കഴിഞ്ഞു. പരിചിതമായ പ്രവൃത്തികൾ സുരേഷ് ഗോപി നടത്തിയിരുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോഴാണ് ശബരിമലയും അയ്യപ്പനും സുരേഷ് ഗോപിയും ഒക്കെ വാർത്തകളിൽ നിറയുന്നത്. കേരളത്തിൽ കത്തിനിന്ന ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ ശബരിമല ആയുധമാക്കരുതെന്നും അയ്യപ്പന്റെ പേര് ഉപയോഗിക്കരുതെന്നും ഒക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞിരുന്നുവെങ്കിലും BJPയും കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് പലപ്പോഴായി പറഞ്ഞിരുന്നു. സർവകക്ഷി യോഗത്തിലൊക്കെ ശബരിമലയുടെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. BJP പറഞ്ഞിരുന്നു പലപ്പോഴായി K സുരേന്ദ്രനും സുരേഷ് ഗോപിയും അടക്കം വോട്ട് പിടിക്കുമ്പോൾ ശബരിമല പ്രചാരണായുധമായി കടന്നു വരുന്നുണ്ട് എന്നൊക്കെ ആരോപണങ്ങളൊക്കെ നിലവിലുള്ളപ്പോഴാണ് TV അനുപമ ഈ വിഷയത്തിൽ ഇടപെടുന്നതും സുരേഷ് ഗോപി നടത്തിയ ആ മൈതാനത്തിലെ പ്രസംഗത്തിൽ വിവാദമുണ്ടാകുന്നതും അയ്യന്റെ പേരിൽ വോട്ട് ചോദിച്ചത് വിവാദമായി മാറുകയും വിശദീകരണം നൽകേണ്ട സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തത്. പക്ഷേ അപ്പോഴും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ നന്മകൾ തന്നെയാണ് കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങളും ചർച്ച ചെയ്തത്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിയെ പ്രതികൂലിച്ച് വരുമ്പോൾ പോലും അനുകൂലിച്ചും നിലപാടുകൾ വന്നിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സുരേഷ് ഗോപിയെ ഈ ഒരു നിലപാടിൽ പ്രത്യക്ഷമായി തന്നെ നേർക്കുനേർ വന്ന സുരേഷ് ഗോപിയും TV അനുപമയും വാർത്തകളിൽ നിറഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് അവർ അവരുടെ ജോലി കൃത്യമായി ചെയ്തു. ജില്ലാ കളക്ടർ എന്ന നിലയിൽ കൃത്യമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരാളാണ് TV അനുപമ. അവരെ ബഹുമാനിക്കുന്നുണ്ട്. താൻ MP ഫണ്ട് ചെലവഴിച്ച കാര്യത്തിലടക്കം അനുപമ ചെയ്തു തന്ന സഹായങ്ങൾ സേവനങ്ങളൊക്കെ കൃത്യമാണ്. ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവരുടെ പ്രവർത്തനങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് സുരേഷ് ഗോപിയുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞ വാർത്തകളിൽ കഴിഞ്ഞ ദിവസമൊക്കെ സുരേഷ് ഗോപി നിറഞ്ഞു നിന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ചില പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിൽ പോലും സുരേഷ് ഗോപിയെ അനുകൂലിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നായികയായ ലക്ഷ്മി പ്രിയയുടെ വാക്കുകൾ. സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയായിരിക്കുന്നു. സുരേഷ് ഗോപി ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ എണ്ണിപ്പറയുന്ന ഒരു പോസ്റ്റാണ് ലക്ഷ്മി പ്രിയ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അതോടുകൂടി സുരേഷ് ഗോപിയുടെ ആരാധകർ, BJP അനുഭാവികൾ അവരൊക്കെ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. സിനിമാ മേഖലയിലടക്കം പ്രത്യക്ഷമായും ശക്തമായ നിലപാടുകൾ എല്ലാ വിഷയത്തിലും എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ ലക്ഷ്മിപ്രിയയുടെ ഈ വാക്കുകൾ എന്ത് പ്രതികരണമാകും സിനിമാ മേഖലയിൽ ഉണ്ടാക്കുക? സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം എങ്ങനെ വരും ദിവസങ്ങളിൽ ചർച്ചയാകും? തിരഞ്ഞെടുപ്പിൽ ഈ വിഷയമടക്കം എങ്ങനെ പ്രതിഫലിക്കും? അതും ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുകയാണ്. ഏതായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി അംഗം മുറുക്കുമ്പോൾ എന്തായിരിക്കും വരും ദിവസങ്ങളിൽ സംഭവിക്കുക എന്നുള്ളത് തിരഞ്ഞെടുപ്പ് ചിത്രത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ.